7-ാം തീയതി കാസ്റ്റിങ്ങിന് പോയത് കേട്ടോ. ഇവിടെ കാസ്റ്റ് ചെയ്ത് ഇട്ട് അക്കരെ കരയിലിട്ട് അവിടെ അപ്പുറത്തുനിന്നൊരു സൗണ്ട്, മീൻ വെട്ടുന്നൊരു സൗണ്ട് കേട്ടോ ആ പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഇത് ഇവിടെ നിന്ന് ചുറ്റിയിട്ട് എന്ത് ചെയ്ത് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ആ വെള്ളത്തുനിന്ന് മീൻ ആ വെട്ടിയ സൗണ്ട് കേട്ട് അവിടെ തന്നെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തു. നേരെ നടന്ന് അവിടെ കൊണ്ട് ഫസ്റ്റ് എറിഞ്ഞു കേട്ടോ. എറിയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോ. എറിഞ്ഞിടലും കറക്റ്റ് അടിയാണ്. ഞാൻ ഇവിടെ നേരെ എന്ത് ചെയ്ത് അക്കരെ കരക്കിട്ട് എന്നിട്ട് ആ മെല്ലെ വലിച്ചിട്ട് ആ പുല്ലിൻ്റെ മേലോട്ട് അങ്ങ് ഇട്ട് നോക്കിക്കോ. ആ പുല്ലിൻ്റെ മേലെ നിന്ന് മെല്ലെ വലിച്ച് താഴ്ത്തിയിടലും മീനടിക്കുക. മീൻ അവിടെ തന്നെ നിന്ന് അവിടെ നിന്ന് എന്തിനാ വെട്ടിയിട്ട് അവിടെ തന്നെ. ഞാൻ അപ്പുറത്ത് കാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ട അവിടെ എന്ത് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ മീൻ വെട്ടിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം വന്ന് കാസ്റ്റ് ചെയ്ത് സംഭവം ഇങ്ങനെ അടിക്കുക. ഒരു 2 കിലോ പ്ലസ് വരുന്ന മീനാണ് കിട്ടിയത്. വലിയ മോശമില്ലാത്ത മീനാട്ടോ. ഗ്രിപ്പർ വായിലോട്ട് ഇടാൻ നോക്കിയിട്ട് വായി തുറക്കണ്ടത് മീൻ. ഗ്രിപ്പർ ഇട്ട് അതൊരു കുടയിൽ ഉടഞ്ഞപ്പോൾ ഫ്രോഗ് വായിൽ തുറക്കും. ഇതാണ് വിഷയം. മീൻ അടിച്ചിട്ട് ബ്രൈഡ് ലൂസായാൽ ഇങ്ങനെ തന്നെ മീൻ തെറിച്ച് വിട്ടു പോകുന്ന കേട്ടോ. ബ്രൈഡ് ലൂസായി കഴിഞ്ഞാൽ മീൻ എപ്പോഴും റിലീസായി പോകും. ഫുൾ ടൈറ്റിൽ തന്നെ ഒക്കെ കൊടുത്തിട്ട് കയറ്റണം. അല്ല മീൻ കണ്ടാ ഇപ്പോൾ മീൻ ഒരു കുടയിൽ ഉടഞ്ഞിട്ടുള്ളൂ. ബ്രൈഡ് ലൂസല്ലേ, ഫ്രോഗ് ഉണ്ടോ വേറെ കിടക്കുന്നു. മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈഡ് ഒരു തുള്ളി ലൂസ് കൊടുക്കണ്ട, ഫുൾ ടൈറ്റ് തന്നെ കയറ്റണം.